ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെ ആയിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ച ഒമർ അബ്ദുള്ളയ്ക്കെതിരെയാണ് രാജ്നാഥ് സിംഗിന്റെ രൂക്ഷ വിമർശനം. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാതെ പരസ്യമായി പൂമാല ചാർത്തണമോ എന്നും മറുപടി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ജമ്മുകാശ്മീരിൽ ഭീകരവാദത്തിന്റെ മുനയൊടിഞ്ഞുവെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നതിനൊപ്പം താക്കീതിന്റെ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഭീകരവാദികളെ അഫ്സൽ ഗുരുവിനെ അടക്കം അനുകൂലിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്? ജമ്മു കശ്മീരിൽ റംബാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഭീകരവാദികൾക്ക്, ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും എന്നുള്ളത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഒമർ അബ്ദുള്ളയ്ക്ക് വളരെ കൃത്യമായ മറുപടി നൽകിക്കൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ഇന്നത്തെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ തന്നെയായിരുന്നു പാർലമെന്റ് ആക്രമണത്തിലെ കുറ്റവാളി അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുകൊണ്ട് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പ്രസ്താവന നടത്തിയത്. അതായത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു ശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകില്ല എന്നായിരുന്നു ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ വിവാദപരമായ പ്രസ്താവന. അതിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു മറുപടി നൽകിയിട്ടുള്ളത്. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും. അല്ലാതെ ഒമർ അബ്ദുള്ള പറയുന്നത് പോലെ ഈ ഭീകരവാദികളെ തൂക്കിക്കൊല്ലാതെ പിന്നെ പരസ്യമായി പൂമാല ചാർത്തുകയാണോ വേണ്ടത്? അതാണോ ഒമർ അബ്ദുള്ള ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം കൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ചും കേന്ദ്ര പ്രതിരോധ മന്ത്രി എടുത്തു പറയുകയുണ്ടായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിപ്ലവകരമായ ചില നടപടികൾ ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇന്ന് കശ്മീർ താഴ്വരയിൽ ഭീകരവാദത്തിന്റെ മുനയൊടിക്കാൻ സാധിച്ചു. മുൻപ് ഭീകരവാദി ശക്തികൾ അഴിഞ്ഞാടിയിരുന്ന ജമ്മു കാശ്മീർ ഇന്നൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്തുന്നു. മുൻപ് തോക്കും ബോംബും പിടിച്ചിരുന്ന കൈകൾ ഇന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണും മറ്റ് പഠനോപകരണങ്ങളും ജോലിക്കായിട്ടുള്ള ഉപകരണങ്ങളും പിടിക്കുന്നു. അത്തരത്തിലൊരു വലിയ മാറ്റം ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് റംബാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവേ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് അതൊരു ചരിത്രപരമായ സംഭവമാണ്. ഇനി അത് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്നും ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ സാധാരണഗതിയിലേക്ക് മാറുന്നു. ജമ്മു കാശ്മീരിനപ്പുറത്തേക്ക് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പോലും ഇന്ന് ഭാരതത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജമ്മു കാശ്മീരിലെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട്, ഭാരതത്തിന്റെ വികസനം കണ്ടുകൊണ്ട് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങളും ഇന്ന് ഭാരതത്തിനൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. അവരും വരും നാളുകളിൽ ഭാരതത്തിന്റെ ഭാഗമാകും എന്ന കാര്യം കൂടി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രസ്താവന പ്രതിരോധ മന്ത്രി നടത്തിയിരുന്നു. അതായത് വളരെ കൃത്യമായി പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്ന ഭൂപ്രദേശം അത് ഭാരതത്തിൻ്റെതാണ്, എന്നും അത് ഭാരതത്തിൻ്റെതായിരിക്കും എന്നുള്ള കാര്യം കൂടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര പ്രതിരോധ മന്ത്രി പ്രസ്താവന നടത്തിയിരുന്നു. സമാനമായ പ്രസ്താവന ഇന്ന് ഇത്തരത്തിൽ ഭീകരവാദ ശക്തികൾക്ക് മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങളും ഭാരതത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു, അവർ വൈകാതെ ഭാരതത്തിന്റെ ഭാഗമാകും എന്നുകൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപാണ് BJPയുടെ പ്രകടന പത്രിക, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക BJP പുറത്തിറക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ചരിത്രപരമായ തീരുമാനമാണെന്നും ഇനി അങ്ങോട്ട് വികസന പദ്ധതികൾ ജമ്മു കാശ്മീരിൽ കൊണ്ടുവരും, അത് വിനോദസഞ്ചാര മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കാര്യങ്ങളിലും വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിനെ മുൻപോട്ട് കൊണ്ടുപോകും എന്നാണ് BJP പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം നാഷണൽ കോൺഫറൻസ് ആകട്ടെ ഇത്തരത്തിൽ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് വിഘടനവാദ ശക്തികളുടെ പിന്തുണ ഉറപ്പാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഈ തവണ ശ്രമിക്കുന്നത് എന്നാണ് BJP കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഒമർ അബ്ദുള്ളയ്ക്കെതിരെ നടത്തിയത്. കാരണം ജമ്മു കാശ്മീരിലെ ജനങ്ങളെ വിഘടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഒമർ അബ്ദുള്ളയുടെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനം. ഇപ്പോൾ പ്രതിരോധ മന്ത്രിയും കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ BJPയുടെ ഭാഗത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായ മറുപടി, കൃത്യമായ താക്കീത് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ?
കെ പി തീർച്ചയായും ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന ഇന്നലെ രാജ്യവിരുദ്ധമാണ് എന്നാണ് കേന്ദ്രമന്ത്രിയായിരുന്ന നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം നിത്യാനന്ദ റായും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെ ബി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വാദപ്രതിവാദങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് രാജ്യത്തെ മറന്നുകൊണ്ട് വിഘടനവാദ ശക്തികളെ കൂടെ നിർത്തി വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും ഒപ്പം കോൺഗ്രസും ശ്രമിക്കുന്നത്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യം ചേർന്നുകൊണ്ടാണ്. ഭീകരവാദ ശക്തികളെ അനുകൂലിക്കുന്ന പലപ്പോഴും വിഘടനവാദ സ്വരങ്ങൾ, വിഘടനവാദ പ്രതികരണങ്ങൾ പരസ്യമായി വ്യക്തമാക്കുന്ന ഒമർ അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസ് നേതാക്കൾക്കുമൊപ്പം സഖ്യം ചേർന്നുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, രാഹുലിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇന്നലെ നിത്യാനന്ദ റായ് ചോദിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ വാദപ്രതിവാദങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ രാജ്യത്തെ മറന്നുകൊണ്ട് വിഘടനവാദ ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് നാഷണൽ കോൺഫറൻസ് ശ്രമിക്കുന്നതെന്നും സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് ഈ വിഷയത്തിലെ നിലപാട് എന്താണ് എന്നാണ് ബി തുടർച്ചയായി ചോദിക്കുന്നത്. ഏതായാലും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുകയാണ്, വാദപ്രതിവാദം ചൂടുപിടിക്കുകയാണ്. ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി 2 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് പങ്കെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കവെയാണ് അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുള്ള ഒമർ അബ്ദുള്ളവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇത്തരം ഭീകരവാദികൾക്കുള്ള മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും എന്നുള്ളത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത്. കെ പി